അമ്മ മാതാവിനും ദൈവതിരുകുമാരനും നന്ദി. എൻ്റെ പേര് ജെയിംസ് മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കുടുംബ സ്വത്തുകൾ, നിങ്ങൾക്കറിയാം കുടുംബ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ വസ്തു ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത നാളിലാണ് ഈ വസ്തു സംബന്ധിച്ചുള്ള കടലാസുകളൊക്കെ ഞാനൊന്ന് നോക്കുന്നത്. ഈ അടുത്ത നാൾ വരെ ജോലിയിലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കടലാസ് അതിൻ്റെ ഡോക്യുമെൻ്റ് പാർട്ടിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മൊത്തം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുളമായിരുന്നു എന്ന്. കാരണം പല വസ്തുവിനും ആധാരമില്ല, ചിലതിന് ആധാരമുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറുകളില്ല, അതെല്ലാം ദ്രവിച്ചു പോയിരിക്കുന്നു. മറ്റ് ചില വസ്തുക്കൾ മറ്റേ പഴയ മിച്ചഭൂമി സമരത്ത് കാലഘട്ടത്തിൽ, നമ്മുടെ EMSൻ്റെ ഭരണകാലഘട്ടത്തിൽ മിച്ചഭൂമി പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് പലരുടെ പേരിൽ എഴുതി വെച്ചു, അവരെല്ലാം മരണപ്പെട്ടു പോയി. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരു വഴിയുമില്ല. ഈ വസ്തു നമ്മുടെ കയ്യിലുണ്ട്, കൃഷി ചെയ്യാം എന്നല്ലാതെ അതൊന്ന് വിൽക്കാനോ അതിൻ്റെ അതൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് വെച്ചൊരു ലോൺ എടുക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ എൻ്റെ സഹോദരന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവരും നല്ല വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉള്ളവരാണ്. അവർ വക്കീലന്മാരുടെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത് ശരിയാവുകയില്ല, ഒരു കാരണവശാലും ഈ പേപ്പറുകൾ ഒരിക്കലും ഡോക്യുമെൻ്റ് ക്ലിയർ ആവില്ല, നമുക്കത് ശരിയാക്കി കിട്ടുകയില്ല, ആകെപ്പാടെ നമുക്കത് കൃഷി ചെയ്യാം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. വില്ലേജിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവരിതെല്ലാം നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ പോയാൽ ഈ വസ്തുവെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, കാരണം ഇതിൻ്റെ ആൾക്കാരില്ല, അവരെല്ലാം മരണപ്പെട്ടവർ പോയവരാണ്, 10-40 വർഷമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥരില്ല, ഇത് വലിയ താമസമില്ലാതെ ഇതെല്ലാം സർക്കാരിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പരിചയമുണ്ടായിരുന്നു. ഞാൻ പാലായിലെ പ്രസിദ്ധമായ 2-3 വക്കീലന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അവരും കൈയൊഴിയാണ് ചെയ്തത്. കാരണം അവർക്കും നോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നേരിട്ട് പറയാൻ കഴിയില്ല. പല എക്സ്ക്യൂസുകൾ അവർ പറഞ്ഞ് അവരും മാറി വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പ്രസിദ്ധമായ ആധാരമെഴുത്തുകാരുടെ അടുത്ത് പോയി, അവരും ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കേസല്ല എന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു. അപ്പോൾ മനുഷ്യ സഹജമായി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കരഭാസനം പത്രങ്ങൾ കാണുന്നതും അവിടെ മനുഷ്യർക്ക് പറ്റില്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ നടക്കുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിച്ചത്. പിന്നെയും എനിക്കൊരു തേങ്ങലായിരുന്നു. ഞാൻ അങ്ങ് പാലായിൽ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് വരണോ, ഇവിടെ മാതാവിൻ്റെ അവിടെയും മാതാവില്ലേ, ഇതിലും നല്ല മാതാവ് അവിടെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ. എന്തായാലും ആട്ടെ, ഞാൻ വെച്ച് പിടിപ്പിച്ചു, ഇങ്ങോട്ട് വന്നു, ഉടമ്പടി എടുത്തു. 2/4/24 കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി ഉടമ്പടി എടുത്തു. തൊട്ട ആഴ്ച തന്നെ എനിക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള മനസ്സിൻ്റെ ഒരു ഉൾവിളി. ആരും പറഞ്ഞില്ല, പക്ഷേ ഇന്നത് ചെയ്യേ, ഇന്ന ഓഫീസിൽ പോകൂ, ഇന്ന പേപ്പറുകൾ ക്ലിയർ ആക്കൂ എന്നും പറഞ്ഞ് ഓരോ ഉൾവിളികൾ വന്നു. ഞാൻ ആധാരമെഴുത്തുകാരെയും വക്കീലന്മാരെയും ഒന്നും കണ്ടില്ല. അവരുടെ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ ഉൾവിളി അനുസരിച്ച് ഞാൻ പേപ്പറുകൾ, ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ അതില്ലായിരുന്നു, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതില്ലായിരുന്നു, അങ്ങനെ ആ ഓരോരോ പേപ്പറുകൾ ക്ലിയറാക്കി. അതിനുശേഷം ഒരു സുഹൃത്ത് വഴി യാദർശ്യമായിട്ട് ഒരു നല്ല ഡോക്യുമെൻ്റ് റൈറ്ററെ കിട്ടി. അങ്ങേര് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് മറ്റു പല പ്രശ്നങ്ങൾ. ഇതിൻ്റെ അനന്തരാവകാശികൾ, വല്യപ്പന് വിൽപത്രമില്ലാതെ മരിക്കപ്പെട്ടതാണ്, അവർക്ക് 8 മക്കളുണ്ട്, അവരുടെ അനന്തരാവകാശികൾ ലോകത്തിൻ്റെ പല ഭാഗത്താണ്. അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് പലപ്പോഴും സഹകരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ മുന്നോട്ട് പോകാത്ത അവസ്ഥ. എങ്കിലും മുന്നോട്ട് പോകും. ഓരോരോ പേപ്പറുകൾ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടൽ മൂലം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ഞാൻ 2/7/24 കഴിഞ്ഞ ജൂലൈ മാസം വന്നു പുതുക്കി. അതിൻ്റെ ഫലമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ നിസ്സഹകരണം, അവരുടെ സംശയം. കാരണം ഈ ആധാരങ്ങളെല്ലാം പഴയകാല സ്റ്റൈലിലായിരുന്നു, പഴയ മലയാള അക്ഷരങ്ങളിൽ. ഇന്നാണല്ലോ ഏക്കർ, ഹെക്ടർ അല്ലെങ്കിൽ 6 അതുപോലുള്ള കണക്ക്, അതെല്ലാം പഴയ പറക്കണക്കായിരുന്നു. ആ വക പ്രശ്നങ്ങളെല്ലാം 100 പ്രശ്നങ്ങളായിരുന്നു. എല്ലാം ഐസ് അലിയുന്ന പോലെ പ്രശ്നങ്ങളെല്ലാം മാറി. കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഡോക്യുമെൻ്റ് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയി. ഈ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ
ഈ കൃപാസനം മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലോടുകൂടിയാണ് എനിക്കിത് സാധിച്ചതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വെച്ച് നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടി നമ്മുടെ നിത്യജീവിതം വളരെ ദുഃഖപൂരിതമായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കാം. നമുക്ക് ശക്തിയുള്ള ഒരു മാതാവുണ്ട്. മാതാവിൻ്റെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. തീർച്ചയായും ജീവനുള്ള മാതാവും ദൈവതിരുകുമാരനും നമ്മളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ